എല്ലാവർക്കും നമസ്കാരം. ഞാൻ ബിജി തോമസ്, പാവാമി യൂട്യൂബ് ചാനലിൽ നിന്നൊരു പുതിയ വിഷയമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത്. വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്കും കമൻറ്റും ചെയ്യുക. അതുപോലെ തന്നെ ഷെയർ ചെയ്യുക, പ്രിയപ്പെട്ടവരിലേക്ക് എത്തട്ടെ ഓരോ വീഡിയോകളും. അപ്പോൾ ഇന്നത്തെ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രസംഗ വേദിയിൽ എങ്ങനെ നമുക്ക് സ്മാർട്ടാകാം എന്നുള്ളതിനെ പറ്റിയാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. അതിനായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? 5 കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ പ്രസംഗവേദിയിൽ നമുക്ക് സ്മാർട്ടാകാനെ കൊണ്ടുവെക്കും. 1, നമ്മുടെ വിഷയം, ആ വിഷയത്തെ നമ്മുടെ ലക്ഷ്യത്തിലെത്തിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ആഴത്തിലുള്ള ഒരു ആത്മവിശ്വാസം ഉണ്ടായിരിക്കണം. എന്താണ് നമ്മുടെ വിഷയം, ആ വിഷയത്തെപ്പറ്റി നമുക്ക് നല്ലവണ്ണം അറിഞ്ഞിരിക്കണം. അതേപോലെ തന്നെ മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈക്കിന് മുന്നിൽ നമ്മൾ നിൽക്കുമ്പോൾ പ്രസന്ന മുഖത്തോടു കൂടി, നല്ല മുഖത്തോടു കൂടി നമ്മൾ നിന്ന് സംസാരിക്കാൻ തുടങ്ങണം. നാലാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയാനെ കൊണ്ടെടുത്തിരിക്കുന്ന വിഷയത്തെപ്പറ്റി മാത്രം, വിഷയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കുക. വിഷയവുമായിട്ട് ബന്ധമില്ലാത്ത കാര്യങ്ങളെപ്പറ്റി സംസാരിക്കാതിരിക്കുക. അതാണ് നാലാമത്തെ കാര്യം. അഞ്ചാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ദൃഷ്ടി സദസ്സിന് മുന്നിലും നമ്മുടെ മനസ്സ് നമ്മുടെ ഓരോ പോയിന്റുകളിലുമായിരിക്കണം. ഈ 5 കാര്യങ്ങൾ അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ ഏതൊരു പ്രസംഗവേദിയിലും ഒരു നല്ല പ്രസംഗം കാഴ്ചവെക്കാൻ കൊണ്ട് സാധിക്കും. അപ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 5 കാര്യങ്ങൾ അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു പ്രസംഗവേദിയിൽ നല്ല പ്രസംഗം നടത്തി നമ്മുടെ സീറ്റിലേക്ക് തിരിച്ചു വന്നിരിക്കാനും കൊണ്ടുവെക്കും. അപ്പോൾ പ്രസംഗവേദിയിൽ എങ്ങനെ നമുക്ക് പ്രസംഗം നടത്താം എന്നുള്ള കാര്യത്തെ പറ്റിയാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ഈ 5 കാര്യങ്ങൾ മനസ്സിൽ കുറിച്ചിട്ട് നിങ്ങളുടെ വിഷയവുമായിട്ട് നിങ്ങൾ സ്റ്റേജിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ 100% നമുക്ക് സ്മാർട്ടായിട്ട് നല്ലൊരു പ്രസംഗം നടത്തി തിരിച്ച് നമ്മുടെ സീറ്റിലേക്ക് വന്നിരിക്കാനും കൊണ്ടുവെക്കും. അപ്പം എന്താണ് നമുക്ക് തന്നിരിക്കുന്ന ആ വിഷയം, ആ വിഷയത്തെക്കുറിച്ച് നമുക്കൊരു ലക്ഷ്യബോധം ഉണ്ടായിരിക്കണം. ആ വിഷയത്തെക്കുറിച്ച് നമ്മൾ എന്താണ് പറയേണ്ടത് എന്നുള്ളതിനെപ്പറ്റി നമ്മൾ നേരത്തെ തന്നെ അറിഞ്ഞിരിക്കണം. അതേപോലെ തന്നെ രണ്ടാമത് ഞാൻ പറഞ്ഞതായ കാര്യം, നമുക്കൊരു ആത്മവിശ്വാസം ഉണ്ടായിരിക്കണം ആ വിഷയത്തെപ്പറ്റി. ഇത് നമ്മൾ നടത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളവിടെ ആ വിഷയം കംപ്ലീറ്റ് ചെയ്യാനൊക്കും. മറ്റുള്ളവരുടെ മുന്നിൽ അത് പറഞ്ഞ് നമുക്ക് അതിനകത്ത് എന്തൊക്കെയാണോ കൊടുത്തിരിക്കുന്നത്, അതിൻ്റെ ലക്ഷ്യം എന്താണ് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്, ഈ കാര്യം പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാകുമോ, ഈ കാര്യങ്ങൾക്ക് വ്യക്തതയുണ്ടാകുമോ എന്നുള്ളത് നമ്മൾ ആദ്യം തന്നെ ചിന്തിച്ച് നല്ല രീതിയിൽ അതിനെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നമുക്ക് സ്റ്റേജിലേക്ക് കയറണം. അതുപോലെ തന്നെ നമ്മൾ മൈക്കിന് മുന്നിൽ നിൽക്കുമ്പോൾ വളരെ നല്ല മുഖത്തോടു കൂടി, നല്ല പ്രസന്ന മുഖത്തോടു കൂടി നമ്മൾ നിൽക്കണം. അപ്പം നമ്മൾ പറയാനെ കൊണ്ട് വരുന്നതിന് മുന്നേ തന്നെ നമ്മുടെ മുഖം വല്ലാതായി കഴിഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ ശ്രദ്ധിക്കും, എന്താണ് ഇങ്ങനെ ഒരു വല്ലാത്ത രീതിയിലാണല്ലോ എന്നുള്ളത്. ഇങ്ങനെ മനുഷ്യർ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ പറയാൻ തുടങ്ങും. അപ്പം നമ്മുടെ മുഖം വളരെ നല്ല രീതിയിൽ, നല്ല മുഖം, പുഞ്ചിരിക്കുന്ന മുഖത്തോടു കൂടി തന്നെ ആയിക്കോട്ടെ നമ്മുടെ പ്രസംഗത്തിന് തുടക്കം കുറിക്കുന്നത്. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെ നമുക്ക് എന്താണ് വിഷയം കിട്ടിയിരിക്കുന്നത്, ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമേ നമ്മൾ സംസാരിക്കാവുള്ളൂ. അല്ലാതെ നമ്മൾ വെറുതെ ആ കിട്ടിയ വിഷയമല്ലാതെ അതിൽ നിന്ന് വേറെന്തൊക്കെയോ കുറേ കാര്യങ്ങൾ അവിടെ പറഞ്ഞ്, അല്ലെന്നുണ്ടെങ്കിൽ നമ്മളെപ്പറ്റി കുറേ കാര്യങ്ങൾ പറഞ്ഞ്, അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടാത്തതായ മറ്റുള്ള കാര്യങ്ങളെപ്പറ്റി നമ്മുടെ മനസ്സിൽ എന്താണോ തോന്നുന്നത് അതൊന്നും അല്ല നമ്മൾ പറയേണ്ടത്. എന്താണ് നമ്മുടെ വിഷയം, ആ വിഷയം നമ്മളവിടെ പറഞ്ഞിരിക്കണം. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിടത്ത് മാത്രം ദൃഷ്ടി, അതായത് നമ്മുടെ കണ്ണുകൾ ഒരിടത്ത് മാത്രം നോക്കിക്കൊണ്ട് നമ്മൾ പ്രസംഗിക്കരുത്. നമ്മുടെ സദസ്സിലുള്ള എല്ലാ ആൾക്കാരെയും നോക്കിക്കൊണ്ട് വേണം നമ്മൾ പ്രസംഗിക്കാനൊക്കെ. പക്ഷെ നമ്മൾ എല്ലാവരെയും നോക്കുന്നുണ്ടെങ്കിൽ പല മുഖങ്ങൾ, പല രീതിയിൽ, പല കാര്യങ്ങൾ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം. പക്ഷെ അത് വെച്ച് നമ്മുടെ മനസ്സിൽ എന്തൊക്കെയാണോ നമ്മൾ ഓർത്തിരുന്നത് ആ കാര്യങ്ങൾ മറന്നു പോകാതിരിക്കാനും കൊണ്ട് നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സ്മാർട്ടായിട്ട് നമ്മുടെ പ്രസംഗം നടത്തി തിരിച്ച് നമുക്ക് നമ്മുടെ കസേര, അത് നമുക്ക് എന്താണോ നമുക്ക് ഇരിക്കാനെ കൊണ്ടാണോ ഇരിക്കാനൊക്കെ കിട്ടി ചെയറിൽ തിരിച്ചു വന്നിരിക്കാനൊക്കും. അല്ല നമ്മുടെ പ്രസംഗം കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ പ്രോഗ്രാം കഴിഞ്ഞുവെങ്കിൽ നമുക്ക് തിരിച്ചിറങ്ങാനൊക്കെ കൊണ്ടുവെക്കും. അപ്പോൾ ഈ 4-5 കാര്യങ്ങൾ മനസ്സിൽ നല്ലവണ്ണം കുറിച്ചിട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ എവിടെയും നല്ല സ്മാർട്ടായിട്ട് നമുക്ക് പ്രസംഗിക്കാനെ കൊണ്ട് കഴിയും.